പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കാൽക്കുലേറ്റ് ചെയ്യുന്ന വിവിധ സാഹചര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും രണ്ട് ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ണർ, ദെൻ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്. അതിൽ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ണർ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് അടുത്ത ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാം. Sometimes a partner is admitted into the firm with a guarantee of certain minimum amount by way of his share of profits of the firm. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ പുതിയതായി ഒരു ബിസിനസ്സിലേക്ക് പങ്കാളിയെ കൊണ്ടുവരുന്ന സമയത്ത്, പുതിയൊരു പാർട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം പ്രോഫിറ്റ്, ഒരു മിനിമം ലാഭം ഉറപ്പ് കൊടുത്തുകൊണ്ട് പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാറുണ്ട്. Such assurance may be given by all the old partners in a certain ratio or by any of the old partners. അത്തരം ഉറപ്പ് കൊടുക്കുന്നത് നിലവില് ബിസിനസ് സ്ഥാപനത്തിലുള്ള എല്ലാ പാർട്ട്നേഴ്സിനും വേണമെങ്കിൽ ഒരുമിച്ച് പുതിയ പാർട്ണർക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ നിലവിൽ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സിലെ ഏതെങ്കിലും പാർട്ണർ പുതിയതായി വരുന്ന പാർട്ണർക്ക് അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട്. The minimum guaranteed amount shall be paid to such new partner when his share of profit as per the profit sharing ratio is less than the guaranteed amount. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ണർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു മിനിമം എമൗണ്ട് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓരോ വർഷവും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം കിട്ടുന്ന പ്രോഫിറ്റും ഗ്യാരണ്ടീഡ് പ്രോഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്യണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് എമൗണ്ടിനേക്കാളും കുറവാണെങ്കിൽ എത്ര കുറവുണ്ടോ അത്രയും എമൗണ്ട് മറ്റ് പാർട്ണേഴ്സിന്റെ പ്രോഫിറ്റിൽ നിന്നും ഈ പാർട്ണർക്ക് അനുവദിച്ചു കൊടുക്കണം. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം കിട്ടുന്ന പ്രോഫിറ്റ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ് ഈ പാർട്ണർക്ക് കൊടുക്കേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ, A and B are partners in a firm sharing profits in the ratio of 2:3. Decided to admit C into their firm, giving him the guarantee of a minimum of rupees 25,000 as his share in firm's profit. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ആണ് നിലവിലുള്ളത്, എയും ബിയും. അവര് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 2:3 എന്നുള്ള റേഷ്യോയിലാണ്. സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറെ അവര് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ സിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിലവിലുള്ള പാർട്ണേഴ്സ് ആയിട്ടുള്ള എയും ബിയും ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും 25,000-ൽ കുറയാത്ത പ്രോഫിറ്റ് സിക്ക് കൊടുക്കാം എന്നാണ് ആ ഗ്യാരണ്ടിയിൽ പറയുന്നത്. The firm earned a profit of rupees 1,20,000 during the year and the agreed profit sharing ratio between the partners is decided as 2:3:1. സി എന്ന് പറയുന്ന പാർട്ണർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് 1,20,000 രൂപയാണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. വരും വർഷങ്ങളിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചിട്ടുള്ള റേഷ്യോ ആണ് 2:3:1. അപ്പൊ ഇവിടെ രണ്ട് റേഷ്യോകൾ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ റേഷ്യോ ഓൾഡ് റേഷ്യോ, എയും ബിയും പ്രോഫിറ്റ് ഇത്രയും കാലം ഷെയർ ചെയ്ത റേഷ്യോ ആണ് 2:3. ഇനി സി കൂടെ വന്നു കഴിഞ്ഞാല് മൂന്ന് പാർട്ണേഴ്സിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള റേഷ്യോ ആണ് 2:3:1. അതിനെ നമ്മൾ പറയുന്ന പേര് ന്യൂ റേഷ്യോ എന്നാണ്. ഇനി എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. ആദ്യം ചെയ്യേണ്ടത് നിലവിലുള്ള റേഷ്യോ പ്രകാരം ഈ കിട്ടിയ പ്രോഫിറ്റിനെ ഷെയർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 1,20,000 2:3:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ആകെ കിട്ടിയ പ്രോഫിറ്റിനെ 6 ഷെയറുകളാക്കി അതിൽ 2 ഷെയർ എക്ക് കൊടുക്കണം, 3 ഷെയർ ബിക്ക് കൊടുക്കണം, 1 ഷെയർ ആണ് സിക്ക് കൊടുക്കേണ്ടത്. 1,20,000-നെ ഈ റേഷ്യോയിൽ ആദ്യം ഡിവൈഡ് ചെയ്യണം. എക്ക് കിട്ടുന്നത് 1,20,000 ഇൻറ്റു 2/6. 1,20,000 ഇൻറ്റു 2/6. 2 എന്ന് പറയുന്നത് എയുടെ ഷെയർ ആണ്, ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ടോട്ടൽ ഷെയർ ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ആണ് 40,000. ദെൻ ബിക്ക് കിട്ടുന്നത് 1,20,000 ഇൻറ്റു 3/6. 3 ആണ് ബിയുടെ ഷെയർ, 6 ടോട്ടൽ ഷെയർ, 3/6 ഈക്വൽ ടു 60,000 ആണ് ബിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. 2/6. 2 എന്ന് പറയുന്നത് എയുടെ ഷെയർ ആണ്, ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ടോട്ടൽ ഷെയർ ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ആണ് 40,000. ദെൻ ബിക്ക് കിട്ടുന്നത് 1,20,000 ഇൻറ്റു 3/6. 3 ആണ് ബിയുടെ ഷെയർ, 6 ടോട്ടൽ ഷെയർ, 3/6 ഈക്വൽ ടു 60,000 ആണ് ബിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. സിക്ക് കിട്ടുന്നത് 1,20,000 ഇൻറ്റു 1/6 ഈക്വൽ ടു 20,000. അപ്പൊ നിലവിലുള്ള റേഷ്യോ പ്രകാരം പ്രോഫിറ്റിനെ ഷെയർ ചെയ്തു. എക്ക് 40,000, ബിക്ക് 60,000, സിക്ക് 20,000. ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് സിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റും അയാൾക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടിയും തമ്മിൽ കമ്പയർ ചെയ്യണം. ഇപ്പൊ സിക്ക് കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടീഡ് എമൗണ്ട് എത്രയാണ്? 25,000. ഗ്യാരണ്ടീഡ് മിനിമം ഓഫ് പ്രോഫിറ്റ് ടു സി ഈക്വൽ ടു 25,000. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് കുറവാണ്, ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണ് കൂടുതൽ. അപ്പൊ ഇയാൾക്ക് എത്ര കൊടുക്കണം? ഗ്യാരണ്ടീഡ് എമൗണ്ട് തന്നെ കൊടുക്കണം. ഇപ്പൊ എത്ര രൂപയുടെ കുറവുണ്ട്, എത്ര രൂപ ഡെഫിഷ്യൻസി ഉണ്ട്? ഡെഫിഷ്യൻസി ഓഫ് പ്രോഫിറ്റ് ടു സി ഈക്വൽ ടു 25,000 മൈനസ് 20,000. 25,000 ആണ് ഗ്യാരണ്ടീഡ് എമൗണ്ട്, 20,000 ആണ് ആസ് പെർ റേഷ്യോ അയാൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്. അങ്ങനെ വരുമ്പോൾ 5,000 രൂപയുടെ കുറവാണ് വരുന്നത്. ഈ 5,000 രൂപ എയും ബിയും ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അവർക്ക് കിട്ടിയ പ്രോഫിറ്റിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് എയും ഒരു നിശ്ചിത എമൗണ്ട് ബിയും ആർക്ക് കൊടുക്കണം? സിക്ക് കൊടുക്കണം. അങ്ങനെ സിയുടെ എമൗണ്ട് എത്രയാക്കി മാറ്റണം? 25,000 കൊണ്ടുവരണം. അപ്പൊ ഈ 5,000 എമൗണ്ടില് എ എത്ര കൊടുക്കണം, ബി എത്ര കൊടുക്കണം എന്ന് ക്വസ്റ്റ്യനില് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പറയാത്ത സാഹചര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത് ഓൾഡ് റേഷ്യോ ആണ്. ഈ ഡെഫിഷ്യൻസി എമൗണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടത് ആ പാർട്ണേഴ്സ് തമ്മിലുള്ള ഓൾഡ് റേഷ്യോ ആണ്. ദിസ് ഷാൾ ബി ബോൺ ബൈ ദ ഗ്യാരണ്ടിയിങ് പാർട്ണേഴ്സ് എ ആൻഡ് ബി ഇൻ ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിച്ച് ഇൻ ദിസ് കേസ് ഈസ് 2:3. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5,000 ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എ എത്ര കൊടുക്കണം, ബി എത്ര കൊടുക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് ഷെയർ ഇൻ ദ ഡെഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 2/5. ഡെഫിഷ്യൻസി ഷെയർ ചെയ്യുന്നത് 2:3 എന്നുള്ള റേഷ്യോയിലാണ്, അതാണ് ഓൾഡ് റേഷ്യോ. അങ്ങനെ വരുമ്പോൾ ആകെ 5 ഷെയറിൽ 2 ഷെയർ എ കൊടുക്കണം, 3 ഷെയർ ബി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ 5,000 ഇൻറ്റു 2/5 ഈക്വൽ ടു 2,000. ബി കൊടുക്കേണ്ടത് 5,000 ഇൻറ്റു 3/5 ഈക്വൽ ടു 3,000. അപ്പൊ ആകെ 5,000 രൂപയാണ് കൊടുക്കേണ്ടത്. 2,000 എ കൊടുക്കണം, 3,000 ബി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഓരോ പാർട്ണേഴ്സിനും കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദ ടോട്ടൽ പ്രോഫിറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫോളോസ്. എക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം 40,000 ആണെങ്കിലും ശരി 2,000 രൂപ സിക്ക് കൊടുക്കണം. ബിക്ക് കിട്ടുന്നത് 60,000 രൂപയാണ്, അതിൽ നിന്ന് 3,000 രൂപ സിക്ക് കൊടുക്കണം. സിക്ക് കിട്ടുന്നത് 20,000 ആണ്, അതിനോടുകൂടെ എയും ബിയും കൊടുത്തിട്ടുള്ള ഷെയർ കൂടി കൂട്ടിയിട്ട് അയാൾക്ക് കിട്ടേണ്ട എമൗണ്ട് 25,000 ആണ്. നോക്കാം. എ വിൽ ഗെറ്റ് ₹38,000, ദാറ്റ് ഈസ് 40,000 മൈനസ് 2,000. അപ്പൊ 40,000 നിന്ന് ഡെഫിഷ്യൻസിയിലേക്ക് അയാൾ കൊടുക്കുന്ന എമൗണ്ട് കുറച്ചാൽ കിട്ടുന്നതാണ് 38,000. ബിക്ക് കിട്ടുന്നത് 57,000 ആണ്. ആസ് പെർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 60,000 ആണ്, അതിൽ നിന്നും ഡെഫിഷ്യൻസിയിലേക്ക് അയാൾ കൊടുത്തിട്ടുള്ള ഷെയർ ആണ് 3,000. അത് കഴിച്ച് ബാക്കി 57,000 ബിക്ക് കിട്ടും. സിക്ക് കിട്ടുന്നത് 25,000 രൂപയാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം 20,000, അതിനോടുകൂടെ എ കൊടുത്ത ഷെയറും ബി കൊടുത്ത ഷെയറും കൂടിയും കൂട്ടുമ്പോഴാണ് അയാൾക്ക് 25,000 രൂപ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. ഇനി ഇത് എക്സാമ്പിൾ തന്നെ. ഏതെങ്കിലും ഒരു പാർട്ണറാണ് ഈ ഗ്യാരണ്ടി കൊടുക്കുന്നതെങ്കിൽ കാൽക്കുലേഷനിൽ വരുന്ന
മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇഫ് ഓൺലി വൺ പാർട്ണർ ഗീവ്സ് ദ ഗ്യാരണ്ടി, say in the above case only B gives the guarantee, the whole amount of the deficiency, that is rupees 5,000, will be borne by him only. ഇത് ആര് വഹിക്കണം? ബി മാത്രമാണ് വഹിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ എക്ക് 40,000 ആണ് ആസ് പെർ റേഷ്യോ കിട്ടുന്നത്. അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്ര തന്നെയാണ്? 40,000 തന്നെ കിട്ടും. കാരണം അയാളല്ല ഈ എമൗണ്ട് അല്ലെങ്കിൽ ഈ ഡെഫിഷ്യൻസി വഹിക്കേണ്ടത്. ബിക്ക് കിട്ടുന്നത് നോക്കാം. 60,000 രൂപയാണ് ആസ് പെർ റേഷ്യോ. 60,000 നിന്നും 5,000 രൂപ കുറക്കണം. കാരണം മുഴുവൻ ഡെഫിഷ്യൻസിയും ആരാണ് ഏറ്റെടുത്തത്? ബി ആണ് ഏറ്റെടുത്തത്. സിക്ക് കിട്ടുന്നത് എത്രയാണ്? 25,000. 20,000 കൂടെ ബി അനുവദിച്ചു കൊടുക്കുന്ന 5,000 കൂടി കൂട്ടിയതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആണ് 25,000. ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ണറാണ് ഗ്യാരണ്ടി കൊടുത്തതെങ്കിൽ കുറവ് വരുന്ന മുഴുവൻ എമൗണ്ടും ആ പാർട്ണറുടെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്? ഇനി നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കാം. മോഹൻ, സോഹൻ ആൻഡ് രാഹുൽ ആർ പാർട്ണേഴ്സ് with capitals of rupees 2 lakh, rupees 1 lakh and rupees 1 lakh respectively. They share profits and losses in the ratio of 2:1:1. According to the terms of partnership agreement, Rahul has to get a minimum of rupees 50,000 irrespective of the profits of the firm. 10% interest is to be allowed on capital to all partners. The profit of the firm before charging interest on capital for the year ending March 31, 2020 was rupees 2 lakh. Prepare profit and loss appropriation account. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ എക്സാമ്പിളിൽ 3 പാർട്ണേഴ്സ് ഉണ്ട്. മോഹൻ, സോഹൻ ആൻഡ് രാഹുൽ. അവരുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 2 ലക്ഷം, 1 ലക്ഷം, 1 ലക്ഷം. മോഹന്റെ ക്യാപിറ്റലാണ് 2 ലക്ഷം. രാഹുലിന്റെയും സോഹന്റെയും ക്യാപിറ്റൽ 1 ലക്ഷം വീതമാണ് വരുന്നത്. ഇനി അവരുടെ പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ പറയുന്നുണ്ട്. രാഹുൽ ഹാസ് ടു ഗെറ്റ് എ മിനിമം ഓഫ് rupees 50,000 irrespective ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം. അപ്പൊ രാഹുൽ എന്ന് പറയുന്ന പാർട്ണർക്ക് ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ? മോഹനും സോഹനുമാണ് ആ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളത്. മിനിമം ഒരു വർഷത്തിൽ 50,000 രൂപ പ്രോഫിറ്റ് കൊടുക്കാം എന്നാണ് ആ ഗ്യാരണ്ടി കൊടുത്തത്. എല്ലാ പാർട്ണേഴ്സിനും ഒരു വർഷം 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാനുള്ള പ്രൊവിഷനും അവര് പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ 2020 മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൽ 2 ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നമുക്കറിയാം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പ്രധാനമായിട്ടും ഒരു ഇൻകവും 3 എക്സ്പെൻസുകളാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമാണ് തന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി എത്ര പ്രോഫിറ്റ് ഉണ്ടോ ആ പ്രോഫിറ്റ് നിലവിലുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ രാഹുലിന് കിട്ടുന്ന പ്രോഫിറ്റും ഗ്യാരണ്ടീഡ് എമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യണം. അതിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാണ് മോഹനും സോഹനും അത് അനുവദിച്ചു കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ റേറ്റ്. മോഹന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 ലക്ഷത്തിന്റെ 10%. അങ്ങനെ വരുമ്പോൾ 20,000 രൂപ വരും. ദെൻ സോഹനും രാഹുലും 1 ലക്ഷമാണ് ക്യാപിറ്റൽ വരുന്നത്. അതിന്റെ 10% വരുമ്പോൾ 2 പേർക്കും കിട്ടുന്ന ഇൻട്രസ്റ്റ് ഈക്വൽ എമൗണ്ട് ആണ് 10,000 ഈച്ച്. മോഹന് കിട്ടുന്നത് 20,000, സോഹന് കിട്ടുന്നത് 10,000, രാഹുലിന് കിട്ടേണ്ടത് 10,000. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര വരും? 20,000 പ്ലസ് 10,000 പ്ലസ് 10,000 ഈക്വൽ ടു 40,000. അപ്പൊ 2 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഈ 40,000 രൂപ കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് പാർട്ണേഴ്സിന് ഷെയർ ചെയ്യാൻ കിട്ടുന്ന പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ണേഴ്സ് ഈക്വൽ ടു 2 lakh മൈനസ് 40,000 ഈക്വൽ ടു 1,60,000. ഇതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഈ 1,60,000 രൂപ ഡിവൈഡ് ചെയ്യേണ്ടത് 2:1:1 എന്നുള്ള റേഷ്യോയിലാണ്. 2:1:1. അങ്ങനെ വരുമ്പോൾ മോഹന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു 2/4 ആണ്.
ഈ 2 ഷെയർ ആണ് മോഹന്റെ ഷെയർ. ടോട്ടൽ ഷെയർ ആണ് 4. 1,60,000 into 2/4 is equal to 80,000. സോഹന് കിട്ടുന്ന പ്രോഫിറ്റ് 1,60,000 into 1/4 is equal to 40,000. രാഹുലിന് കിട്ടുന്ന പ്രോഫിറ്റ് 1,60,000 into 1/4 is equal to 40,000. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം 3 പേർക്കും കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി രാഹുലിന് കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടി എത്രയാണ്? ഗ്യാരണ്ടീഡ് മിനിമം ഓഫ് പ്രോഫിറ്റ് ടു രാഹുൽ is equal to 50,000. ഇത് കമ്പയർ ചെയ്യുമ്പോൾ എത്ര കുറവുണ്ട്? 10,000 റുപ്പീസിന്റെ കുറവുണ്ട്. ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണ് കൂടുതൽ വരുന്നത്. ആസ് പെർ റേഷ്യോ അയാൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് 40,000 ആണ്. സോ ഡെഫിഷ്യൻസിയാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെഫിഷ്യൻസി ഓഫ് പ്രോഫിറ്റ് ടു രാഹുൽ is equal to 50,000 minus 40,000 is equal to 10,000. ഈ 10,000 ആണ് ആര് കൊടുക്കേണ്ടത്? മോഹനും സോഹനും കൂടി അവരുടെ പ്രോഫിറ്റിൽ നിന്നും രാഹുലിന് അനുവദിക്കേണ്ടത്. ഏത് റേഷ്യോയിലാണ് 10,000 കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടത് ഓൾഡ് റേഷ്യോ ആണ്. അപ്പൊ മോഹനും സോഹനും തമ്മിലുള്ള റേഷ്യോ ഇവിടുന്ന് നമുക്ക് എടുക്കാൻ കഴിയും. 2:1 ആണ് മോഹനും സോഹനും തമ്മിലുള്ള റേഷ്യോ. 2:1 എന്നുള്ള റേഷ്യോയിലാണ് 10,000 റുപ്പീസ് അവര് അനുവദിക്കേണ്ടത്. This shall be borne by Mohan and Sohan in their old profit sharing ratio, which in this case is 2:1. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. മോഹൻസ് ഷെയർ ഇൻ ദ ഡെഫിഷ്യൻസി is equal to 10,000 into 2/3. അത് കിട്ടുന്ന എമൗണ്ട് ആണ് 6,667. റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 6,667. ദെൻ സോഹൻ കൊടുക്കേണ്ട ഷെയർ ആണ് 10,000 into 1/3 is equal to 3,333. അപ്പൊ ഇത് ഇങ്ങനെയാണ് 10,000 രൂപ ഈ 2 പാർട്ട്നേഴ്സും കൂടി രാഹുലിന് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ ദിസ് കേസ് പ്രോഫിറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫോളോസ്. മോഹന് കിട്ടുന്നത് 80,000 രൂപയാണ്. 80,000 രൂപയിൽ നിന്നും അയാൾ കൊടുക്കേണ്ട ഡെഫിഷ്യൻസി എമൗണ്ട് മൈനസ് ചെയ്യണം. ബാക്കി എമൗണ്ട് ആണ് മോഹന് കിട്ടുന്നത്. മോഹൻസ് ഷെയർ is equal to 80,000 minus 6,667 is equal to 73,333. Then സോഹന് കിട്ടുന്നത് 40,000 നിന്നും അയാൾ അനുവദിച്ചിട്ടുള്ള ഡെഫിഷ്യൻസി മൈനസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 36,667. ദെൻ രാഹുലിന് കിട്ടുന്നത് 40,000 പ്ലസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം അയാൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിനോട് കൂടെ 2 പാർട്ട്നേഴ്സും അയാൾക്ക് കൊടുക്കാനുള്ള ഡെഫിഷ്യൻസി എമൗണ്ട് കൂടി കൂട്ടിയതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആണ് 50,000. 40,000 പ്ലസ് 6,667 പ്ലസ് 3,333 is equal to 50,000. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. ഈ പ്രോഫിറ്റിനെ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്. അത് ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 lakh. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത് 40,000 ആണ്. 3 പാർട്ട്നേഴ്സിന്റെയും കൂടി ടോട്ടൽ എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വരുന്ന 1,60,60,000 ആണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നത് മോഹന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ എഴുതുന്ന സമയത്ത് ആസ് പെർ റേഷ്യോ എത്രയാണോ ആ എമൗണ്ട് ആദ്യം രേഖപ്പെടുത്താം. അതിൽ നിന്ന് ഡെഫിഷ്യൻസിയിലേക്ക് അയാൾ കൊടുത്തിട്ടുള്ള ഷെയർ മൈനസ് ചെയ്യണം. ലെസ് ഷെയർ ഇൻ ഡെഫിഷ്യൻസി. നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. ദെൻ സോഹന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 40,000 നിന്ന് അയാൾ കൊടുക്കുന്ന ഡെഫിഷ്യൻസി ഷെയർ മൈനസ് ചെയ്ത് ബാക്കി എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ രാഹുലിന്റെ ഷെയർ 40,000 ആണ്. അതിനോടുകൂടെ ഡെഫിഷ്യൻസിയിലേക്ക് ഓരോ പാർട്ട്നേഴ്സും കൊടുത്തിട്ടുള്ള എമൗണ്ട് അതിനോട് കൂടെ കൂട്ടി എഴുതണം. മോഹന്റെ ഷെയറും സോഹന്റെ ഷെയറും ടോട്ടൽ ചെയ്ത് 50,000 ആണ് ഗ്യാരണ്ടീഡ് എമൗണ്ട്. അതാണ് രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ടോട്ടൽ വരുന്നത് 2 ലക്ഷം. അപ്പൊ ഇങ്ങനെയാണ് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്.